നമസ്കാരം. ഗൾഫ് മേഖലയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ ഭീതിയിൽ പുകയുകയാണ്. ഇറാനുമായുള്ള സൈനിക സംഘർഷം നിയന്ത്രണാതീതമായി പടരുന്നതിനിടെ മേഖലയിലെ 10 പ്രധാന രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാനോ അല്ലെങ്കിൽ അതിനായി സജ്ജരായിരിക്കാനോ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ എംബസികൾ. ഏതു നിമിഷവും ആക്രമണം കടുക്കാമെന്നും വിമാന സർവീസുകളും വ്യോമപാതകളും അടഞ്ഞുപോകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് US വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അടിയന്തരമായി ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. എന്തായാലും UAE, ഖത്തർ, ഒമാൻ, ഇറാഖ്, ജോർദാൻ, ഇസ്രയേൽ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഏറ്റവും ഒടുവിലായി ഈജിപ്ത് എന്നീ 10 രാജ്യങ്ങളിലുള്ള അമേരിക്കക്കാർക്കാണ് തൽക്കാലം അവിടങ്ങളിൽ നിന്നും മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഏതു നിമിഷവും സ്ഥലം വിടാൻ സജ്ജരായിരിക്കാനോ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം പ്രവചനാതീതമായി തുടരുകയാണെന്നും എംബസി വ്യക്തമാക്കുന്നുണ്ട്. ഇറാനെതിരെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത ആക്രമണത്തിന് US തയ്യാറെടുക്കുന്നതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ക്യാമ്പ് ഡേവിഡിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഈ വാരാന്ത്യത്തോടെ തന്നെ ഇറാനിൽ പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചേക്കുമെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. ഞങ്ങൾ അവരെ വളരെ കഠിനമായി തന്നെ ആക്രമിക്കും. ഇനി ഞങ്ങൾക്ക് ഇത് താങ്ങാൻ ആവില്ല അല്ലെങ്കിൽ താങ്ങാൻ സാധിക്കില്ല എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ഘട്ടം വരും എന്നാണ് ട്രംപ് അല്ലെങ്കിൽ വരുത്തും എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങാൻ താല്പര്യമുണ്ട് എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് ജയിക്കണം, അത് മാത്രമാണ് ലക്ഷ്യമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ മറുപടി. ഇറാന്റെ ഊർജ നിലയങ്ങളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് വൻ ബോംബാക്രമണ പരമ്പരയ്ക്കാണ് USഉം ഇസ്രയേലും പദ്ധതിയിടുന്നത് എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഭരണകൂടത്തെയും സൈനിക ശേഷിയെയും പൂർണ്ണമായും തളർത്തുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. വാഷിംഗ്ടന്റെ നിർദ്ദേശങ്ങൾ ഏതു നിമിഷവും നടപ്പിലാക്കാൻ പെന്റഗൺ സജ്ജമാണ് എന്ന വാർ ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഷോൺ പാർനെൽ വ്യക്തമാക്കുകയാണ്. സുരക്ഷാ മുന്നറിയിപ്പിൽ ഇറാന്റെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രദേശങ്ങളിൽ ആക്രമണം നടത്താനും നേരത്തെ ആക്രമണ പരിധി ഇല്ലാതിരുന്ന ഈജിപ്റ്റ് പോലുള്ള മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുവാനും ഇറാൻ തീരുമാനിച്ചതായി US എംബസി ചൂണ്ടിക്കാട്ടുന്നു. USുമായുള്ള വെടിനിർത്തൽ ധാരണകൾ ഇറാൻ ലംഘിച്ചതായും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ആരോപിക്കുകയാണ്. ഇറാൻ കരാർ ലംഘിക്കുകയും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും അമേരിക്കൻ സൈനികരെ വധിക്കുകയും ചെയ്തതായും അവർ പറയുന്നു. ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ട്രംപ് തയ്യാറല്ല എന്നും ട്രംപിന്റെ ഭരണത്തിൽ കീഴിൽ ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്നും ലീവിറ്റ് വ്യക്തമാക്കുകയാണ്. അതേസമയം US നീക്കത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾക്ക് കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. തിരിച്ചടിക്കാനായി സമഗ്രമായ പദ്ധതികൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും സിയോണിസ്റ്റ് ഭരണകൂടത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളും US ഊർജ നിലയങ്ങളും തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് അവർ വ്യക്തമാക്കുകയാണ്. അമേരിക്കയ്ക്ക് താവളമൊരുക്കുന്ന പ്രാദേശിക രാജ്യങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാന്റെ സൈനിക സെൻട്രൽ കമാൻഡ് തലവൻ അലി അബ്ദുല്ലാഹി വ്യക്തമാക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ തകരുന്ന സൈന്യത്തിന് പ്രതിരോധ കവചമായി ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്തും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ് എന്നും ആക്രമണകാരിയായ അമേരിക്കയ്ക്ക് പ്രതിരോധ കവചമൊരുക്കുന്ന ഏതൊരു രാജ്യവും യുദ്ധജ്വാലയിൽ വെന്തുപോകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ US സൈനിക താവളങ്ങളുമുള്ള കുവൈറ്റിനു നേരെ ശനിയാഴ്ച പുലർച്ചെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ കുവൈറ്റ് വ്യോമസേന ഈ ഡ്രോണുകൾ വിജയകരമായി തകർത്തതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു.